മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പല ടൂളുകൾ നമ്മൾ ഉപയോഗിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷ്വലൈസേഷനാണ്. ഇത് വിഷ്വലൈസേഷൻ നമുക്ക് പലതും കേട്ടിട്ടുണ്ടാകും. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. ഒരേപോലെ നമ്മളത് കാണാൻ സാധിക്കണം, അതിനെ കേൾക്കാൻ സാധിക്കണം, ചിന്തിക്കണം, നിങ്ങളതിനെ ഫീൽ ചെയ്യണം. എത്രത്തോളം ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുവോ ഫീൽ ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും. ഇതിനിപ്പോൾ ഒരു സിനിമ കാണുന്ന പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അതിന് എന്താണ്, ഇപ്പോൾ നിങ്ങൾക്കൊരു വീട് വെക്കണം, അപ്പോൾ ഇന്നൊരു സ്ഥലത്ത് എത്രത്തോളം സ്പെസിഫിക് ആയിട്ട് ഇന്നൊരു സ്ഥലത്ത് ഇന്ന രീതിയിൽ ഓടിട്ട വീട് അല്ലെങ്കിൽ കോൺക്രീറ്റ് വീട്, 2 നില, ഇത്ര മുറികൾ, ഇത്ര അറ്റാച്ച്ഡ് ബാത്റൂം, ഈ റൂമിൽ ഞാൻ താമസിക്കുന്നത് എൻ്റെ കുട്ടികൾക്കുള്ള, അങ്ങനെ നിങ്ങൾ എത്രത്തോളം അത് ഫീൽ ചെയ്യുന്നുവോ അത്രത്തോളം അത് നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണമെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക, സമാധാനത്തിൽ നിങ്ങളത് ആദ്യം ചിന്തിക്കുക, എന്താണ് എക്സാക്ട്ലി നിങ്ങൾക്ക് വേണ്ടത്. അത് ആലോചിച്ചതിന് ശേഷമാണ് നിങ്ങളത് ഇമാജിൻ ചെയ്യേണ്ടത്. എനിക്കിങ്ങനെ ഒരു വീടുണ്ട്, ഞാനിങ്ങനെ ഇന്ന കളറിലാണ് ആ വീട് ഇരിക്കുന്നത്, ഇത്ര മുറിയുണ്ട്, ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഡൈനിങ് റൂമിൽ ഫുഡ് കഴിക്കണതോ നമ്മൾ സംസാരിക്കണതോ അങ്ങനെ ആലോചിക്കണം, അത് ഫീൽ ചെയ്യണം. അത് നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ വിശ്വസിക്കണം. പിന്നെ കാണുന്നത് റിയാലിറ്റി ആയിരിക്കും.